വാട്സാപ്പും പെയ്ഡ് ആവുന്നു. വരുന്നത് പുത്തൻ ഫീച്ചറുകളുമായി വാട്സാപ്പ് പ്ലസ് ആണ്. വാട്സാപ്പിലെ പുതിയ ഫീച്ചറുകളും മാറ്റങ്ങളും ആദ്യം പുറത്തുവിടുന്ന വാട്സാപ്പ് ബീറ്റ ഇൻഫോ തന്നെയാണ് സബ്സ്ക്രിപ്ഷൻ പ്ലാനിന്റെ കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഉപയോക്താക്കൾ സൗജന്യ സേവനം നൽകുന്ന വാട്സാപ്പ് പണം നൽകി ഉപയോഗിക്കുന്ന സബ്സ്ക്രിപ്ഷൻ പ്ലാനാണ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. വാട്സാപ്പ് പ്ലസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്രീമിയം പതിപ്പിലൂടെ കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാകും. മറ്റൊരു പ്രധാന മെസ്സഞ്ചർ ആപ്പായ ടെലിഗ്രാമും ഇത്തരത്തിൽ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ആരംഭിച്ചിരുന്നു. നിലവിലുള്ള വാട്സാപ്പ് സേവനങ്ങൾ സൗജന്യമായി തന്നെ തുടരുമെങ്കിലും അധിക ഫീച്ചറുകൾ ആഗ്രഹിക്കുന്നവർക്കായിരിക്കും സബ്സ്ക്രിപ്ഷൻ പ്ലാൻ അവതരിപ്പിക്കുന്നത്. നിലവിൽ 3 ചാറ്റുകൾ മാത്രമാണ് പിൻ ചെയ്തു വെക്കാൻ സാധിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ എടുത്താൽ പിൻ ചെയ്തു വെക്കാൻ സാധിക്കുന്ന ചാറ്റുകളുടെ എണ്ണം 20ലേക്ക് ഉയരും. ആപ്പിന്റെ ഐക്കൺ മാറ്റാൻ 14 പുതിയ ഓപ്ഷനുകൾ ലഭിക്കും. കൂടാതെ വിവിധ നിറങ്ങളിലുള്ള തീമുകളും ആപ്പിന് നൽകാനാവും. സൗജന്യ വേർഷൻ ഉപയോഗിക്കുന്നവർക്ക് ലഭ്യമല്ലാത്ത പ്രത്യേക സ്റ്റിക്കറുകൾ, റിംഗ് ടോണുകൾ, മെസ്സേജ് റിയാക്ഷനുകൾ എന്നിവ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് ലഭിക്കും. വാട്സാപ്പിൽ നിലവിൽ പരസ്യങ്ങൾ നൽകുന്നുണ്ടെങ്കിലും അതിന്റെ സാധ്യത പരിമിതമാണെന്നാണ് കമ്പനി വിലയിരുത്തുന്നത്. വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പുതിയ മാർഗമായാണ് മെറ്റ ഇതിനെ കാണുന്നത്. വാട്സാപ്പ് പ്ലസിന്റെ കൃത്യമായ നിരക്കുകൾ എത്രയാണെന്ന് കമ്പനി ഇതുവരെ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല. എങ്കിലും വരും മാസങ്ങളിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. വാട്സാപ്പ് ഇല്ലാത്തവർ ചുരുക്കമായിരിക്കും. മൊബൈൽ കമ്പനികൾ ഇന്റർനെറ്റ് സേവനം സൗജന്യമാക്കിയതോടെ ഒട്ടുമുക്കാൽ ആളുകളും വാട്സാപ്പ് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. വാട്സാപ്പ് പോലെ ചാറ്റും കോൾ വിളിയും ഒക്കെ ലഭിക്കുന്ന ആപ്പുകൾ പലതുണ്ടെങ്കിലും വാട്സാപ്പാണ് കൂടുതൽ ആളുകളും ഉപയോഗിക്കുന്നത്. വാട്സാപ്പിൽ തന്നെ ബിസിനസ് വാട്സാപ്പ് നേരത്തെയുണ്ട്. അതിൻ്റെ കൂടെയാണ് വാട്സാപ്പ് പ്ലസ് എന്ന പുതിയ ഫീച്ചറും വരുന്നത്.